കണ്ടിട്ടുണ്ട് മാഡം. ഇവൻ ഭയങ്കര ഗുണ്ടയാ മാഡം. ഇവൻ ഗുണ്ടയാ. ഇവൻ സത്യസന്ധമായിട്ട് പ്രായമോ ജാതിയോ ഒന്നുമല്ല മാഡം. ഞാൻ അതൊന്നും നോക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ലൊരു മനസ്സിനുടമ അല്ല ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി. ഹലോ ഗൈസ്, അനാമിക വിഷ്ണു എന്ന ചെറിയ മരം വീണിരിക്കുകയാണ്. ഇപ്പൊ വൻമരങ്ങളുടെ വീഴ്ചയാണ് ഈ ഒരു ടോപ്പിക്. അനാമിക വിഷ്ണു എന്ന് പറയുന്ന ടോപ്പിക്കിന് ഒരു മോചനം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡെയിലി ഓരോ തെളിവുകളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരികയാണ്. ആദ്യം കല്യാണം, അതിന് പിന്നാലെ ഗർഭം, പിന്നെ അനാഥമന്ദിരത്തിന്റെ പുറകിൽ നടക്കുന്ന കുറെ വിഷയങ്ങളൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിങ് എന്ന് പറയുന്നത്. കുറെ എവിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പേര് രംഗത്ത് വന്നിട്ടുണ്ട്. കല്യാണം, ഗർഭം അതൊക്കെ അവരുടെ കാര്യം. എന്തായാലും രണ്ടുപേരും വിചാരിക്കാതെ അവിടെ ഗർഭം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു പ്രണയം ഉണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിഷ്ണുവിന്റെ അമ്മ വീണ്ടും വിവാഹിതരായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതുമാണ്, നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. പിന്നെ അവർ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിവാഹം കഴിച്ച വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. അത്രയും സഹകരിച്ചിരുന്നൊക്കെ പോലും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഹോസ്പിറ്റലിലോട്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, തലേന്ന് പുള്ളിയുമായിട്ട് വഴക്കുണ്ടാക്കി ഇവൻ അടിക്കുകയോ ഏതാണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു മാഡം. അന്ന് മുതൽ എന്റെ ഭർത്താവ് മരിച്ചതിനകത്ത് കാരണക്കാരൻ ഈ ഷൈജു ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് ഒരു മനുഷ്യരോടും എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാനിത് ഷെയർ ചെയ്യാൻ എന്റെ ഉള്ളിൽ കൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഭർത്താവിന്റെ ചരിത്രം. അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വലിയ മതിപ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് ആരും തന്നെ പറയുന്നില്ല, ഗുണ്ടയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഭർത്താവിനെ കുറിച്ച് മാത്രമല്ല, ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. കല്യാണത്തിന് വരണം, അനാമികയാണ് പെൺകുട്ടി എന്നുള്ളത്. കാരണം അനാമിക അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാനവിടെ. അനാമികനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്ത ഒരു ആളായിരുന്നു ഈ ഉദയഗിരിജ എന്ന് പറയുന്നത്. തന്റെ മകൻ കാരണം ഗർഭിണിയായത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് മാത്രം അവര് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. അല്ലാതെ അമ്മമൻസ് തങ്കമൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ആ കുട്ടിയുടെ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കുട്ടീനെ വിഷ്ണു കല്യാണത്തിന് വിളിച്ച സമയത്ത് അനാമികയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി പോയി. കാരണം തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു അനാമിക. അതായത് വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു അനാമിക എന്നൊക്കെ പറഞ്ഞു. ഇവര് വിളിച്ച സമയത്ത് തന്നെ ഞാൻ ഷോക്കായി പോയി എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. ഇനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാരണം മകൻ ആണല്ലോ ഗർഭിണിയാക്കിയത്. അപ്പൊ പിന്നെ കല്യാണം കഴിക്കാന്നല്ലാതെ വേറൊരു വഴി അവർ കണ്ടിട്ടുണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് അനാമികയെ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫുൾ ട്വിസ്റ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉദയഗിരിജ, അമ്പിളി ഉദയഗിരിജ, ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അമ്പിളി എന്നാണ് അവരുടെ യഥാർത്ഥ പേര് എന്നൊക്കെ പറയുന്നുണ്ട്. ഷഫീന ബീവി എന്ന് പറയുന്നവരുടെ അക്കൗണ്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും. കുറേ തെളിവുകളൊക്കെ ആയിട്ട് അവര് വന്നിട്ടുണ്ട്. ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ്. പറഞ്ഞത് ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയാം. അത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ബൈജു എന്നങ്ങാണ്ടാണ് അവൻ്റെ പേര്, ബിജു. അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു, 19 വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പിളി കാരണമാണെന്ന് പറഞ്ഞ് ആ നാട്ടിൽ ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് പോലീസ് കേസായി. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ ഒരു വീഡിയോക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത്? എന്തായാലും അനാമികനും ഭർത്താവും അമ്മയൊക്കെ നന്നായി നോക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അനാമിക എന്ന് പറയുന്ന കുട്ടി കല്യാണ ദിവസം, വിവാഹ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വിവാഹ ദിവസം തന്നെ അവൾ രാത്രി ആ കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? അവിടെ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കിയത് കൊണ്ടാണോ ആ കുട്ടി രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടാവുക? അനാമികയെ നല്ലപോലെ നോക്കുന്ന ഒരു ഭർത്താവ്, അമ്മ, ഇതൊക്കെ തന്നെയാണ് നമ്മളും കണ്ടിട്ടുള്ളത്. കാരണം യൂട്യൂബ് വീഡിയോസ് അല്ല അവരുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ക്യാമറ ഓഫ് ചെയ്താൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികളുടെയും വീഡിയോസും കാര്യങ്ങളും ഓഡിയോസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചുമക്കളുടെ ഫ്രണ്ടിൽ നിന്ന് അവരെ ഉപദ്രവിക്കുന്നു, അവിടെ പഠിച്ചു പോയ കുറേ ആൾക്കാരുടെ അനുഭവങ്ങൾ, കോളറിൽ പിടിച്ചു, ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നാടകം കാണിക്കുന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങളായാലും ഓർഫനേജിന്റെ കാര്യങ്ങളൊക്കെ ആയാലും ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ആൾക്കാരെ പറ്റിച്ചതെന്നുള്ളത്. ഒരു ഉളുപ്പുമില്ലാതെ എന്തിനായിരുന്നു ആ എക്സ്പ്ലനേഷൻ വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതാണ് അമ്മമൻസ് തങ്കമൻസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ചാരിറ്റി അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെ കുറെ കുറ്റം പറഞ്ഞിട്ടൊന്നും നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുപോലത്തെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മാസം ഒരു എമൗണ്ട് അയച്ചു കൊടുക്കാതെ നമ്മൾ ഒരു സമയം കണ്ടെത്തി അവിടെ പോയി അന്വേഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഉദയഗിരിജയെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിരുന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇറങ്ങി ചെന്ന് അതിനന്വേഷിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളും അമ്മമാരോട് സംസാരിക്കുക, മക്കൾക്ക് വേണ്ടത് പോയി സംസാരിക്കുക, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം എന്നും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പുറത്തു വരാത്ത എത്രത്തോളം തെളിവുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഓരോ ആൾക്കാരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും പുറത്തു വരും. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.